ദേവിക ഫാഷൻ പോയിന്റിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കട്ടിംഗ് ബ്ലൗസ് തുണിയിൽ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അളവെടുക്കുന്നത് കാണിച്ചിരുന്നു. നമുക്ക് 1 മീറ്റർ തുണിയാണ് ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആ തുണി നമ്മൾ നീളത്തിലാണ് തുണി മടക്കിയിടുന്നത്. 2ആയിട്ട് മടക്കിയിടുക. നീളത്തിൽ തേര് വശം വരുന്നതാണ് നീളത്തിൽ. 2ആയിട്ട് നമ്മൾ തുണി മടക്കിയിട്ട് ആദ്യം നമ്മൾ ബാക്ക് പീസ് നമുക്ക് 14.5 ആയിരുന്നു ബാക്ക് പീസ് വേണ്ടത്. നമ്മൾ 1/2 ഇഞ്ച് കൂടെ ചേർത്തിട്ട് നമ്മൾ 15 ഇഞ്ച് ബാക്ക് ഇഞ്ച് കണക്കാക്കിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 15 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. നമുക്ക് 2 സൈഡിലും നമുക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളുടെ വണ്ണം എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ വണ്ണം എടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒരു 12.25 വണ്ണമാണ് എടുക്കുന്നത്. പന്ത്രണ്ടര വണ്ണമുണ്ട്. 12.5 വണ്ണം എടുക്കും. ഈ ബാക്ക് പീസാണ് ഞാനിപ്പോൾ വെട്ടുന്നത്. കഴുത്തകലം നമ്മളൊരു 3 ഇഞ്ച് കഴുത്തകലം എടുത്ത് ഷോൾഡർ നമുക്ക് 2.5 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടെങ്കിൽ 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒരു 3.25 നമ്മൾ ഷോൾഡർ 3.25 എടുക്കണം. 3.25 കൈക്കുഴി നമുക്ക് 5.5 ഇഞ്ച് കൈക്കുഴിയാണ് ആവശ്യമെങ്കിൽ ആ 5.5 തന്നെ എടുത്താൽ മതി. കൂടുതലൊന്നും കൂട്ടണ്ട. കൈക്കുഴിയുടെ കൂടെ 5.5 തന്നെ നമ്മൾ കൈക്കുഴി എടുത്ത് നമ്മുടെ വണ്ണത്തിലേക്ക് നേരെ ജോയിൻ ചെയ്യുക. ഇനി കഴുത്ത് താഴ്ച നമ്മൾ എടുക്കുന്നത് നമ്മുടെ കഴുത്തകലത്തിൽ നിന്നും താഴേക്ക് ഒരു 9 ഇഞ്ച്. ഞാൻ കഴിഞ്ഞ അളവെടുത്തപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് താഴത്തെ വീതി നോക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 5 ഇഞ്ചാണ് വീതി വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 5.5 ഇഞ്ച് മതിയെങ്കിൽ അങ്ങനെയാണെങ്കിലും കഴുത്ത് കട്ട് ചെയ്യുക. ഇപ്പം ഞാൻ 9 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. കഴുത്ത് നമുക്കൊരു റൗണ്ട് ഷേപ്പ്, കൈക്കുഴിയുടെ അകത്തുനിന്ന് നമുക്കൊരു കർവ് ഷേപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഈ സ്ക്വയറിൻ്റെ അവിടെ നിന്നൊരു 1 ഇഞ്ച് അല്ല 1.25 ഇഞ്ചൊക്കെയാണ് നമ്മൾ ആ ഷേപ്പ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ബാക്ക് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ക് 15 ആണെങ്കിൽ 1.5 ഇഞ്ച് കൂടുതലാണ് ഫ്രണ്ടിൽ വരുന്നത്. അപ്പോൾ 16.5 നമ്മൾ ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് 16.5 എടുത്ത് ഇറക്കം മാർക്ക് ചെയ്ത് 2 സൈഡിലും നമ്മൾ 16.5 ഇറക്കം മാർക്ക് ചെയ്ത് നമ്മുടെ വണ്ണത്തിലേക്ക് 12.5 നമ്മൾ വണ്ണം എടുത്തത് വണ്ണത്തിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യും. ഇനിയിപ്പോൾ കഴുത്തകലം നമുക്ക് എത്ര ഇപ്പോൾ 2.5 കഴുത്തകലം നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഒരാളുടെ കഴുത്തകലം 2.25 നമ്മൾ കഴുത്തകലം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.25, 2.5, 2.25, 3 അങ്ങനെ ഓരോരുത്തരുടെ വൈഡായിട്ട് വേണ്ടവർക്ക് നമുക്ക് 3 ഇഞ്ച് വരെയൊക്കെ നമ്മൾ പോകാം. മാക്സിമം 3 ഇഞ്ചിൽ കൂടുതലൊന്നും വരില്ല കഴുത്തകലം. നമ്മളിപ്പോഴും 2.25 നമ്മളിവിടെ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത്. 2.25 നമുക്ക് കഴുത്തകലം മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ 2.5 ആണെങ്കിൽ 3/4 ഇഞ്ച് കൂട്ടിയിട്ട് 3.25. കൈക്കുഴി 5.5 തന്നെ ബാക്കിലെടുക്കുന്ന കൈക്കുഴി തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലും കട്ട് ചെയ്യാൻ എടുക്കുന്നത്. 5.5 തന്നെ എടുത്ത് നേരെ നമ്മുടെ വണ്ണത്തിലേക്ക് ജോയിൻ ചെയ്യാം. ഫ്രണ്ട് കൈക്കുഴി വരക്കുമ്പോൾ എപ്പോഴും ഈ സ്ക്വയറിൻ്റെ പുറത്തൂടെ ആയിരിക്കണം കൈക്കുഴി വരുന്നത്. ഫ്രണ്ട് കൈക്കുഴി നമ്മളുടെ 1/4 ഇഞ്ച് 1/2 ഇഞ്ചോളം നമ്മൾ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ സ്ക്വയറിൻ്റെ പുറത്തൂടെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി കഴുത്ത് താഴ്ച നമുക്ക് എത്രയാണോ ആവശ്യം. ഇപ്പോൾ 6 ആണെങ്കിൽ 6 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അതിൽ കൂടുതലൊന്നും മാർക്ക് ചെയ്യേണ്ട. ഇപ്പം ഞാനിവിടെ ഒരു 6.25 എടുക്കുന്നത്. 6.25 ഇഞ്ച് കഴുത്ത് താഴ്ച, 2.25 കഴുത്തകലം ഇവിടെ എടുത്തിട്ട് നേരെ സ്ക്വയർ ചെയ്യാം. ഈ കഴുത്തും നമ്മളുടെ
സ്ക്വയറിൻ്റെ പുറത്തൂടെ തന്നെയാണ് നമ്മളുടെ കഴുത്തും കട്ട് ചെയ്യേണ്ടത്. താഴ്വശം ഇത്തിരി ഇങ്ങനെ വിടർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് കട്ടിങ് ബ്ലൗസിന് ഭംഗിയായിട്ടുള്ളത്. അതിനാണ് നമ്മൾ സ്ക്വയർ വരച്ചതിൻ്റെ പുറത്തുകൂടെ നെക്ക് കട്ട് ചെയ്യുന്നത്. നമുക്ക് കട്ടിങ്ങാണ്. കട്ടിങ് നമുക്കിപ്പോൾ 3 ഇഞ്ചാണ് കട്ടിങ് വേണ്ടതെന്നുണ്ടെങ്കിൽ 3/4 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. 3.25 എടുക്കണം. ഈ സൈഡിൽ നമുക്ക് 3.25 തന്നെ എടുക്കാം. നടുക്ക് വശത്ത് നമുക്ക് 3/4 ഇഞ്ച് കുറച്ച് 3/4 ഇഞ്ച് 3.25 എടുക്കുമ്പോൾ നമ്മൾ 3/4 ഇഞ്ച് കുറച്ചിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ്. നമ്മൾ ടെക്സ് മാർക്ക് ചെയ്യണത് കാരണം നമ്മൾ ഇവിടുന്ന് കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ കട്ടിങ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ടെക്സിൻ്റെ വീതിയിൽ ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ചോളം ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. കട്ടിങ് നമുക്ക് 6 പീസ് വേണം. 2 പീസേ നമുക്ക് നല്ല തുണിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് 6 പീസ് നമുക്ക് കട്ടിങ് വേണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ കട്ടിങ് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. ഇനി നമുക്ക് ടെക്സ് മാർക്ക് ചെയ്യണത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ടെക്സ് കട്ടിങ്ങിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ടെക്സ് മാർക്ക് ചെയ്യണത്. ഒരു 2.5 ഇഞ്ചൊക്കെയാണ് നമ്മൾ ഇവിടെ നിന്നൊരു അകലം എടുക്കണമെന്നുണ്ടെങ്കിൽ. 1.5 ഇഞ്ച് ടെക്സിൻ്റെ വീതി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇഞ്ച് ടെക്സ് മാർക്ക് ചെയ്യണം. എന്നിട്ട് 1.5 ഇഞ്ചും മാർക്ക് ചെയ്യണം. ഈ 1.5 ഇഞ്ചിൻ്റെ മുകളിലൊക്കെ ആയിരിക്കും നമ്മൾ ടെക്സിൻ്റെ നീളം മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നീളം മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഒരാളുടെ അളവ് പിടിക്കുമ്പോഴത്തേക്ക് മേളിൽ നിന്ന് അവരുടെ ടെക്സ് എത്ര ഇഞ്ചാണോ വരുന്നത്, ഇപ്പോൾ 9.5 ആണെന്നുണ്ടെങ്കിൽ ആ 9.5 മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെക്സ് നേരെ ഇവിടുന്ന് 1.5 ഈ 1.5 നമ്മൾ അങ്ങനെ ഫസ്റ്റ് ടെക്സ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിൽ നിന്നുള്ള ടെക്സാണ്. അതൊരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ വീതി ചിലപ്പോൾ കാണും. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ ടെക്സിൻ്റെ ഈ വിട്ട് നമ്മൾ മാർക്ക് ചെയ്യണത്. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വീതിയിലായിരിക്കും നമ്മൾ രണ്ടാമത്തെ ടെക്സ് മാർക്ക് ചെയ്യണത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരാം. പിന്നെ നമ്മൾ മൂന്നാമത്തെ ടെക്സ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചരിച്ചാണ് വരുന്നത്. അതിപ്പോൾ നമുക്ക് 2 ഇഞ്ച് ഇവിടുന്ന് 2 ഇഞ്ച് ആകാം, 2.5 ഇഞ്ച് ആകാം. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ് നമ്മൾ അതൊരു 4 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ വീതിയിൽ ആ ടെക്സും വരും. ഈ 3 ടെക്സാണ് നമ്മൾ പ്രധാനമായിട്ടും ഇടുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ സൈഡിൽ നിന്നുള്ളൊരു ടക്ക് കൂടെ 4 ടക്കൊക്കെ ചിലരുടെ ബ്ലൗസിൽ ഉണ്ടാവുമെങ്കിൽ ഇവിടുന്ന് അതിൻ്റെ ലെങ്ത് എത്ര വരുന്നതെന്ന് നോക്കിയിട്ട് ഈ സൈഡിൽ നിന്ന് കൂടെ നമുക്കൊരു ടക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് നമുക്ക് ബാക്ക് പീസിൻ്റെ താഴെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമുക്കൊരു പീസ് ബാക്കിൻ്റെ താഴ്വശത്ത് പിടിപ്പിക്കാനായിട്ട് 1.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് വേണം. അത് നമുക്കിതിൻ്റെ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഹുക്കും അയ്യും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2.5 ഇഞ്ചിൻ്റെ ഒരു പീസും 1.5 ഇഞ്ചിൻ്റെ ഒരു പീസും. ഹുക്ക് പിടിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ 1.5 ഇഞ്ചാണ് ഹുക്സ് പിടിപ്പിക്കാൻ എടുക്കുന്നത്. അയ പിടിപ്പിക്കാനാണ് നമ്മൾ ഈ 2.5 ഇഞ്ചിൻ്റെ പീസ് എടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് ബാക്കിൽ പടി പിടിപ്പിക്കാനായിട്ട്, 2.5യുടെ ഒരു പീസ് നമ്മൾ ഹുക്സ് പിടിപ്പിക്കാനായിട്ട് 1.5യുടെ പീസും 2.5യുടെ പീസും നമുക്ക് അയ പിടിപ്പിക്കാനായിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്കിനി കട്ട് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിലെ നെക്കാണ് കട്ട് ചെയ്യണത്. ഷോൾഡർ നമുക്ക് കുറച്ച് ചരിച്ചിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നിർബന്ധമില്ല. നമുക്ക് വണ്ണമുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ അങ്ങനെ ചരിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല.
ചരിച്ച് കൊടുത്താൽ നമുക്ക് ടൈറ്റായിട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഷോൾഡറിന് അവിടുന്ന് കുറച്ച് ചരിച്ച് ഒരു 1/4 ഇഞ്ചൊക്കെ ഒന്ന് ചരിച്ച് വെക്കും. കൈക്കുഴിയാണ് നമ്മൾ കട്ട് ചെയ്യണത്. തുണി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വശം എപ്പോഴും ഉള്ളിലാക്കിയിട്ട് വേണം നമ്മൾ തുണി മടക്കിയിടാനായിട്ട്. നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചോക്കിൻ്റെ വരയൊക്കെ നമുക്ക് ബ്ലൗസിൻ്റെ നല്ല വശത്തുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നല്ല വശം ഉള്ളിലാക്കിയിട്ട് ഇത് ബാക്കാണ്. ബാക്കിലെ കഴുത്ത് കൈക്കുഴി നമ്മുടെ വണ്ണം ബാക്കിൽ വണ്ണം നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് നോക്കിയിട്ട് നമ്മുടെ വണ്ണം എത്രയാണോ വരുന്നത്, ഇപ്പോൾ 16 ഇഞ്ചൊക്കെയാണ് നമ്മുടെ ബാക്കിൽ വണ്ണം വരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് ബാക്ക് പീസ് മടക്കി മാറ്റി. ഫ്രണ്ട് പീസ് ഇത് കട്ടിങ് ആണ്. കട്ടിങ് നമുക്ക് 6 പീസ് വേണം. ബാക്കിലേക്കുള്ള പടിയാണ് 1.5 ഇഞ്ചിൻ്റെ. ഇത് അഴി പിടിപ്പിക്കാനുള്ള 2.5 ഇഞ്ച്. ഇത് ഹുക്സ് പിടിപ്പിക്കാനുള്ള ഇതിൻ്റെ പകുതി ഇത് മതി. നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ ലെങ്ത് നോക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കേണ്ടത്. 1.5 ഇഞ്ചിൻ്റെ പീസ്. ഇത് നമുക്ക് കൈയാണ്. കൈ നമുക്ക് നല്ല വശം പുറത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നാലായിട്ടാണ് കൈ വെട്ടാനായിട്ട് നമ്മൾ 4ആയിട്ട് തുണി മടക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇറക്കം എത്രയുണ്ടെന്ന് നോക്കാം. നമുക്കൊരു 7.5 ഇഞ്ച് ഇറക്കമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിയിട്ട് ഒരു 9 ഇഞ്ച് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്ത്. അപ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചാണ് നമ്മൾ കൂട്ടിയെടുക്കുന്നത്. മടക്കി ഹെമ്മിങ് ചെയ്യാനുള്ളതും 1.5 ഇഞ്ച് നമ്മൾ ഇറക്കാം. വണ്ണം നമ്മൾ എടുക്കുന്നത് നമ്മളൊരു 40 വണ്ണത്തിനൊക്കെ ആണെങ്കിൽ ഒരു 8 ഇഞ്ച് വണ്ണം മതിയാവും. നമ്മളിപ്പോൾ ഒരു 12.5 വണ്ണം, അപ്പം 4ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ 50 ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പം നമുക്കൊരു 9 വണ്ണമൊക്കെ നമുക്ക് വൺ സൈഡിലെടുക്കാം. ഇവിടെ നിന്ന് ഒരു 3-3.5 ഇഞ്ച്. ഓരോരുത്തരുടെ ഇവിടുത്തെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ലെങ്ത് നമുക്ക് കുറച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങനൊരു കർവ് ഷേപ്പ്, റൗണ്ട് ഷേപ്പ് നമുക്ക് ഈ പോയിന്റിലോട്ട് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻറ്റും ഒക്കെ ഇങ്ങനെ കുഴിച്ച് നമുക്ക് വെട്ടാം. താഴ്വശം നമ്മളൊന്ന് മടക്കി നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ളത് നമ്മൾ മടക്കി ഇങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ കൈവണ്ണം നമുക്കൊരു 6.5 കൈവണ്ണം നമുക്ക് വേണ്ടതെന്ന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ഇഞ്ചിലോ 1.25 ഇങ്ങനെ കൂട്ടി കൊടുത്തിട്ട് ഇവിടെ നിന്നിട്ട്
ആ മടക്കിയ പീസിൽ നിന്ന് മടക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണം. നമുക്കൊരു ബെൻഡ് കിട്ടും. അപ്പോൾ രണ്ട് കൈക്കും നമ്മൾ മടക്കി ഹെം ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ നല്ല വശമാണിത്, നല്ല വശം. നമുക്കിവിടെ കുഴിച്ച് വെച്ച പീസ് ഫ്രണ്ട് കൈപ്പിടിയുടെ അവിടെ തുടുങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ കുഴിച്ച് വെക്കുന്നത്. അപ്പം കൈയും നമുക്ക് ഇതായി. ഇത് നമുക്ക് ക്രോസ് പീസാണ്, നെക്കിന് പിടിപ്പിക്കാനായിട്ടുള്ള ക്രോസ് പീസാണ്. ക്രോസ് പീസ് നമ്മൾക്ക് ഇങ്ങനെ ഒരു സ്ക്വയറിലെ തുണിയാണ് എടുക്കണമെങ്കിൽ നമ്മളെ കോണോട് കോണിട്ടിട്ട് വേണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബ്ലൗസിനൊക്കെ പിടിപ്പിക്കാൻ നമുക്ക് 1 ഇഞ്ച് ക്രോസ് പീസ്, 1 ഇഞ്ച് നമുക്ക് അളവ് മതി. നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് ഏറ്റക്കുറച്ചിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.25 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ എടുത്ത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റക്കുറച്ചിൽ വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി കൂടുതൽ കട്ട് ചെയ്യണത്. ഞാനിപ്പോൾ ഒരു 1.25 ഇഞ്ചാണ് നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നത്. നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ കഴുത്തിന് ചുറ്റും വെക്കാനായിട്ടൊരു 3-4 പീസ് ക്രോസ് പീസ് വേണ്ടി വരും. നമുക്ക് എന്തോരമാണ് അളവ്, കഴുത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ടിങ്ങിന് നമ്മൾ 2 പീസേ നമുക്ക് കട്ടിങ്ങിന് കിട്ടിയിട്ടുള്ളൂ. നമ്മൾ 6 പീസ് മൊത്തത്തിൽ നമുക്ക് കട്ടിങ്ങിന് വേണം. ആ പീസ് നമ്മൾ വേറെ നമുക്ക് ഈ തുണിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഈ സെയിം കളറൊക്കെയുള്ള തുണിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനതിന് എന്താണെന്ന് വെച്ചാൽ മറുപടി തരുന്നതാണ്. താങ്ക് യു.